വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്നത്തെ വീഡിയോയിൽ ആൽക്കഹോൾ സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൽ ആൽക്കഹോൾ ഫീഡിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കേടുകൂടാതെ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഫ്രൂട്ട് ജ്യൂസ് സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. വേറൊരു വീഡിയോയിൽ ട്രഡീഷണൽ എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെക്കുകയെന്ന് കാണിക്കുന്നുണ്ട്. ആ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും കാണണം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്രിസ്മസ് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സഡ് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഏലക്ക 30 എണ്ണവും ഗ്രാമ്പു 30 എണ്ണമായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ 3 സ്റ്റിക്ക് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ജാതിക്ക കൂടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് അടികട്ടിയുള്ള പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതീയിൽ വേണം ഷുഗർ കാരമലൈസ് ചെയ്യാൻ വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. സ്പൂൺ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പാത്രം ഇടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മതി. പഞ്ചസാര നല്ലപോലെ മെൽട്ടായിട്ട് വരണം. അതുപോലെ കളറും നല്ല ഡാർക്കായിട്ട് കിട്ടണം. പഞ്ചസാര മെൽറ്റായി കളർ ചേഞ്ചായി ഇതുപോലെ പതഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആയതിനു ശേഷം ബാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 കപ്പ് ചൂടുവെള്ളം മുഴുവനും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. 5 മിനിറ്റിൽ ചെറുതീയിലിരുന്നതൊന്ന് തിളച്ചോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ കാരമൽ സിറപ്പ് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരമൽ സിറപ്പ് ചൂട് പോയി ഒന്ന് തിക്കനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ക്ലീനായൊരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ ആദ്യം ആഡ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മിക്സഡ് സ്പൈസസ് പൗഡർ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ അരിച്ചു കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചതിൽ ബാക്കിയുള്ളതാണ്. കേക്ക് എത്രത്തോളം റിച്ച് ആവണോ അതിനനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 50 ഗ്രാം കാഷ്യൂനട്ട് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂനട്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ് മൈദ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തോട്ട് ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ താഴ്ന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം. മുട്ടയുടെ വെള്ളയിൽ 1 തരി ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. എഗ് വൈറ്റ്സ് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. 30 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മറ്റൊരു ബൗളിൽ 125 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ആദ്യം ആഡ് ചെയ്യണം. ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ബട്ടറും ഷുഗറും നല്ലപോലെ ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് സൈഡ്സ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി 3 മുട്ടയുടെ മഞ്ഞ ഓരോന്നോരോന്നായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ആഡ് ചെയ്യാം. ഓറഞ്ച് എസൻസ് ഓപ്ഷണലാണ്. നെക്സ്റ്റ് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് സൈഡ്സ് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്തതായി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ 3 ബാച്ച് ആയിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. മൈദ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലോ സ്പീഡിൽ വേണം ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ബാച്ച് മിക്സ് ആയതിനു ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് എടുക്കുക. ഇത് ഏകദേശം 1/2 കപ്പുണ്ട്. അതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു. ലോ സ്പീഡിൽ മിക്സ് ചെയ്യുക. ഇതിലോട്ട് ബാക്കിയുള്ള കാരമൽ സിറപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ലോ സ്പീഡിൽ തന്നെ ഇതും മിക്സ് ചെയ്തെടുക്കുക. കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടുവാനായിട്ട് ഇതുപോലുള്ള കാരമൽ ഫുഡ് കളറിങ് അവൈലബിൾ ആണ്. ഇത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചേർക്കേണ്ടത് ഓപ്ഷണലാണ്. വീട്ടിലെ ആവശ്യത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു റെസിപ്പിക്ക് മിനിമം 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിലും എടുക്കണം. കൂടുതൽ റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കിന് വേണ്ടിയിട്ട് കൂടുതൽ ഡ്രൈ ഇൻഗ്രീഡിയൻസും നട്ട്സും എടുക്കുക. ഫൈനലി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് കേക്ക് ടിൻ നല്ലപോലെ ഗ്രീസ് ചെയ്ത് പാച്ച്മെൻറ്റ് പേപ്പർ വെക്കണം. 2 ലെയറിലായിട്ടാണ് ഞാൻ ഈ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിരിക്കുന്നത്. കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. മൈക്രോവേവ് അവൻ അല്ലെങ്കിൽ OTG 10 മിനിറ്റ് നേരം 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ബാറ്റർ ടിന്നിൻ്റെ എല്ലായിടത്തും ആകുന്നത് പോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂനട്ട് മേലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് ടിൻ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തിരക്കുള്ള ദിവസമാണ്, ബേക്ക് ചെയ്യാൻ അധികം ക്ഷമയില്ല, അങ്ങനെയാണെങ്കിൽ 170 ഡിഗ്രി ടെമ്പറേച്ചറിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയമെടുത്തത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ, അതായത് ഒരു 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുത്ത് ബേക്ക് ചെയ്യുന്നതാണ്. ഏത് മെത്തേഡ് ആണെങ്കിലും 45 മിനിറ്റിന് ശേഷം എന്താണ് സ്ഥിതി, കേക്ക് ബേക്കായി തുടങ്ങിയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തുടങ്ങണം. ഞാൻ 150 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചത്. 1.25 മണിക്കൂർ എടുത്തു കേക്ക് ബേക്കായി വരാൻ. കേക്കിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാനത് ഡീമോൾഡ് ചെയ്തെടുത്തു. ഇപ്പോഴും നല്ല വാമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആൽക്കഹോൾ കൊണ്ട് കേക്ക് ഫീഡ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ഫീഡിങ് നമ്മൾ ചെയ്യുന്നത് കേക്ക് ബേക്ക് ചെയ്ത ദിവസം തന്നെയാണ്. കേക്ക് വാമായി തന്നെ ഇരിക്കണം. 2 ടേബിൾ സ്പൂൺ ലിക്കറാണ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. റം, ബ്രാൻഡി, വിസ്കി ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ കേക്കിലുണ്ടാക്കിയിട്ടുള്ള ഹോൾസിൽ കുറച്ചായിട്ട് ലിക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. 2 ടേബിൾ സ്പൂണിന് കൂടുതൽ ലിക്കർ ആവശ്യം വരില്ല. ഞാൻ ഈ കേക്ക് ക്രിസ്തുമസിൻ്റെ അന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ തലേ ആഴ്ച വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്ന് കൂടാതെ 3 പ്രാവശ്യം എനിക്ക് ഫീഡ് ചെയ്യാനുള്ള സമയം കിട്ടും. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ 1-2 പ്രാവശ്യം ഫീഡ് ചെയ്തെടുത്താലും മതി. ആൽക്കഹോൾ ഒരു പ്രിസർവേറ്റീവായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കേക്ക് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ആൽക്കഹോൾ ഫീഡിങ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ കേക്കിനൊരു ഇൻറ്റൻസ് ഫ്ലേവർ കിട്ടും. നമുക്കിത് എങ്ങനെയാണ് ഇനി സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാദ്യം ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിനേക്കാളും എനിക്ക് ക്ലിംഗ് റാപ്പാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. ബട്ടർ പേപ്പർ ആണെങ്കിൽ കേക്കിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ചിലപ്പോൾ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ക്ലിംഗ് റാപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫൈനലി ഒരു ഫോയിൽ പേപ്പറും കൂടെ യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽഫിലോ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. നെക്സ്റ്റ് വീക്ക് ആൽക്കഹോൾ ഫീഡ് ചെയ്യാനാണ് ഇനി ഞാനിത് പുറത്തോട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങളിതുപോലെ പ്ലം കേക്ക്സ് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.